Chemanur International Jewelers, traditionally trusted for 160 years. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ആലുവ ബാങ്ക് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം നടത്തി. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുക, നാടിന് നരകമാക്കുന്ന മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യുക, മദ്യനയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള സ്വാധീനം ഈ കേസിലുണ്ടായി. അത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ആ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും ഒക്കെ പോലീസിനെ ശരിയായ രീതിയിൽ കേസ് ചാർജ് ചെയ്യിക്കാൻ സമ്മതിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ മീൻസ് ഗവൺമെൻറ്റാണ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ആലുവയിലുണ്ടായ സംഗതി 100 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ആ പ്രതിക്ക് ജീവൻ തൂക്കിക്കൊല കോടതി വിധിച്ചില്ലേ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കുറ്റവാളി രാഷ്ട്രീയക്കാരനെങ്കിൽ പോലീസ് സംരക്ഷണം അവന് ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ തുടങ്ങിയവയിൽ പണ്ടുകാലം മുതലുള്ള സ്ത്രീ വിവേചനം ഇന്നും തുടരുകയാണ്. വീട്ടിലും തൊഴിലിടങ്ങളിലും സ്കൂളുകളിലും തെരുവുകളിലും സ്ത്രീകളും കുട്ടികളും നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന സമൂഹമാണിത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള കേസുകളിൽ കുറ്റവാളികളെ വെറുതെ വിടണമെന്ന് കോടതിക്ക് നിർബന്ധമുണ്ട് എന്ന് തോന്നും വിധമുള്ള വിധികളാണ് പലപ്പോഴും വരുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ചുമടെടുക്കുന്നതിരിക്കട്ടെ ഒരേപോലെ, അതായത് യഥാർത്ഥത്തിൽ പുരുഷനെടുക്കുന്നതിലും കൂടുതൽ ഭാരം ഈ സ്ത്രീ ചുമക്കും. എന്നാൽ കൂലിയുടെ പ്രശ്നം വരുമ്പോൾ എന്താണെന്ന് അറിയുമോ, അവർക്ക് സ്ത്രീയൊക്കെ 2 രൂപ കുറവാണ്. അത് അന്നത്തെ കാര്യം. ഇന്നും വ്യത്യാസമൊന്നുമില്ല. ഇന്നും സമൂഹത്തിൽ അതായത് ഒരു മെയിൽ ഷോവിനിസം എന്ന് നമ്മൾ പറയും, പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് സത്യമാണ്, ഇവിടെ നടക്കുന്നത് തന്നെയാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. രാവിലെ മുതൽ അവർ ഉറങ്ങുന്നത് വരെയുള്ള ജോലി ആലോചിക്കണം. അവര് വീട്ടുകാർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി കാണും, വേറെ ജോലി, തൊഴിൽ, ശമ്പളം കിട്ടുന്ന ജോലി, അത് ചെയ്യും. അതിനോടൊപ്പം രാവിലെ എഴുന്നേറ്റ് പാചകം ഒക്കെ നടത്തണം കേട്ടോ. ആ ഭർത്താവ് ഉദ്യോഗസ്ഥന് ആ പണിയൊന്നുമില്ല, പാചകം മുഴുവൻ നടത്തണം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പരിപാലിക്കണം കേട്ടോ. ഇതെല്ലാം നോക്കണം. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയും വിധം ജനകീയ കൂട്ടായ്മകൾ പടുത്തുയർത്തുവാനും നടപടികൾ സ്വീകരിക്കുവാനും അധികാരികളെ നിർബന്ധിതരാക്കുവാനും ജനങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളിലെ പ്രതികൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. സൂര്യനെല്ലി മുതൽ പെരിയാറിലെ പിഞ്ചുകുഞ്ഞിൻ്റെ കൊലപാതകത്തിലെ വിധി ന്യായങ്ങൾ വരെ പരിശോധിക്കുമ്പോൾ ഇതാണ് തെളിയുന്നത്. പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടാതെ ഇരിക്കുവാനുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തണം. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും വ്യാപകമാകുന്നത്. ഏതൊരു പീഡനവും കൊലപാതകവും നടത്തുന്നവർ മദ്യം, മയക്കുമരുന്ന് ഇവയുടെ അടിമകളാണെന്ന് തെളിയുന്നു. ഇതിനെ തടയുന്നതിന് പകരം മയക്കുമരുന്ന് വ്യാപകമാക്കുകയും മദ്യം കുത്തിയൊഴിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. ഇതെല്ലാം തടയണമെങ്കിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതിക്കും അതീതമായി ജനാധിപത്യ സമരവേദികളിൽ ഒന്നിച്ചുകൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭം വളർത്തിയെടുക്കണം. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ഡോക്ടർ മൻസൂർ ഹസൻ, VP ജോർജ്, ഷാജിദ നൌഷാദ്, ഹാഷിം ചെന്നാമ്പള്ളി, മഹിളാ സാംസ്കാരിക സംഘടന സംസ്ഥാന പ്രസിഡന്റ് S സൗഭാഗ്യകുമാരി, സെക്രട്ടറി KM ബീവി, MV ലോറൻസ്, റിസ ഹുസ്നി, NA രാജൻ, MK ലത്തീഫ്, ലൈല റഷീദ്, ജബ്ബാർ മേത്തർ, കലാ സുധാകരൻ, സാബു പരിയാരത്ത് എന്നിവർ സംസാരിച്ചു. KK ശോഭ അധ്യക്ഷ വഹിച്ച സംഗമത്തിൽ റെജീന സ്വാഗതവും MK ഉഷ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.